പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഇന്നലത്തെ വീഡിയോയുടെ അതായത് പഴയ വീഡിയോയുടെ ഒരു തുടർച്ചയാണ്. അപ്പോൾ പഴയ വീഡിയോയിൽ എന്താ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ നമുക്കിവിടെ ഒരുപാട് വർക്ക് ഉണ്ട്, പെൻഡിങ് വർക്ക് ഉണ്ട്. അപ്പോൾ ആ വർക്കിന് തീർക്കാൻ ടൈം കിട്ടുന്നില്ല, അതായത് ടൈം കിട്ടിയില്ല, അതുകൊണ്ട് ഒക്കെ ഓവർലോഡായി കിടക്കുകയാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ആ വീഡിയോയിൽ പറഞ്ഞത്. അത് കാണാത്ത ഒരു താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിനകത്ത് പറഞ്ഞതിൻ്റെ ഒരു പരിഹാരമായിട്ട് ഒരുപാട് പേര് കമൻസിൽ നേരിട്ടും വാട്സപ്പിലൊക്കെ അറിയിച്ചു. അതായത് ഒരാളെ വെക്കാലോ, എന്നാൽ പിന്നെ ആ ടൈറ്റ് കുറയല്ലോ, മറ്റേ തിരക്ക് കുറയല്ലോ, നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴും ആ വർക്ക് നടക്കുമല്ലോ. അപ്പോൾ രണ്ടുപേർക്ക് ഉപകാരമായി, എനിക്ക് വർക്ക് തീർക്കുകയും ചെയ്യാം, വർക്ക് വരുന്ന ആൾക്ക് ഒരു ഉപകാരമാവും, അതായത് അയാൾക്കൊരു ജോലിയാവും. അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായത്തോട് നല്ലൊരു യോജിപ്പാണ് എല്ലാവരും കാണിച്ചത്. ഞാനിവിടെ അഭിപ്രായപ്പെട്ടപ്പോൾ എല്ലാവരും നല്ലൊരു അഭിപ്രായമാണെന്നാണ് പറഞ്ഞു. പക്ഷേ അവിടെ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ എങ്ങനെ എടുക്കും ഒരാളെ, ഞാൻ എങ്ങനെ ഇപ്പോൾ സെലക്ട് ചെയ്താൽ ആ ആളെങ്ങനെ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യും, ഇത് രണ്ടുമാണ് പ്രശ്നം. അപ്പോൾ അത് പ്രശ്നത്തിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വീട്ടിൽ വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ എന്താ, ഒരു ആൾ വന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ഇല്ല, ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ എടുക്കുകയാണെങ്കിൽ തന്നെ, വർക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ ഫ്രീലാൻസ് ആയിട്ട്, അതായത് ഇപ്പോൾ അവരുടെ വീട്ടിൽ നിന്നോ ഷോപ്പിൽ നിന്നോ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, അതായത് ആ ഒരു സാധനങ്ങളുടെ ഒരു കൊണ്ടുപോലും അതിനെ പറ്റി ഡീൽ ചെയ്യലും അതെല്ലാം കൂടി ഒരു ചെറിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് മനസ്സിൽ തോന്നുന്നു. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഓർഡറിന് അതിന് ആ ഒരു കസ്റ്റമറുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അയാൾക്ക് ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്നുള്ള അഭിപ്രായം ഉണ്ടാവും. ഈ അഭിപ്രായം ഇപ്പോൾ ഞാൻ ഏൽപ്പിക്കുന്ന ആൾക്ക് മനസ്സിലാവണം. ആ ഒരു മൈൻഡ് സെറ്റുള്ള ആളാണെങ്കിൽ നമ്മൾക്ക് ഏത് തരത്തിലാണ് ചെയ്യേണ്ടത്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള അവർക്ക് മനസ്സിലായില്ലെങ്കിൽ അവിടെ ഒരു അഭിപ്രായ വ്യത്യാസം വരാം. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവോ, അങ്ങനത്തെ ഒരുപാട് സംശയങ്ങളിലാണ് ഇപ്പം ഞാൻ. പിന്നെ മൂന്നാമത് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാനിപ്പോൾ പുതിയ ഒരാൾ, ഇപ്പോൾ ITI പഠിച്ചവരോ ഇലക്ട്രോണിക്സ് കഴിഞ്ഞവരോ എക്സ്പീരിയൻസ് കുറഞ്ഞവർ, ഈ റിപ്പയറിങ് സർവീസിങ് അതല്ലല്ലോ നമ്മളിപ്പോൾ ചെയ്യുന്നത്, നമ്മൾ അസംബ്ലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫീൽഡിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ, അതിൻ്റെ ഒരു മനസ്സിലൊരു ഐഡിയ ഇല്ലാത്ത ഒരാൾക്ക് ഇപ്പോൾ പുതിയതായിട്ട് ഞാൻ അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിന് എൻ്റെ സമയം എടുക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സംശയങ്ങളിൽ കിടക്കുകയാണ് ഞാൻ. അപ്പോൾ ആ സംശയം ഇനിയിപ്പോൾ ഉണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരത്തിലേക്ക് എത്തിയല്ലേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ആ സംശയം, ആ കൺഫ്യൂഷൻ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്നാലും ആ സംശയം കൺഫ്യൂഷൻ ഉള്ളപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒന്ന് രണ്ട് ഐഡിയ ഞാൻ പറയാം. അതായത് ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ വർക്ക് എടുക്കുന്ന ആളാണെങ്കിൽ, ഇതുപോലെ ആമ്പ് ചെയ്ത് കൊടുക്കുന്ന ആളുകളാണ്, നിങ്ങളിപ്പോൾ കോഴിക്കോടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏരിയയിൽ ഒരു ഷോപ്പ് നടത്തുന്ന ആളാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ട് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അങ്ങനെ വർക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഞാൻ ഈ ഇപ്പോൾ പെൻഡിങ്ങിൽ കിടക്കുന്ന വർക്കുകൾ തീർക്കാൻ നിങ്ങൾക്ക് സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വർക്കാവും, അതേപോലെ തന്നെ ഒരു വരുമാനമാവും, അതുപോലെ തന്നെ എനിക്കും എൻ്റെ വർക്ക് തീർക്കാം, എനിക്കും ഒരു ഉപകാരവും. അത് നിങ്ങൾക്ക് ജോലി ഇല്ലാത്തതുകൊണ്ടല്ല എന്നും ഞാൻ പറയുന്നതെന്ന് മനസ്സിലാക്കുക. അങ്ങനെയൊന്നുമല്ല ഉദ്ദേശം. എനിക്കൊരു കൈസഹായം ഇവിടെ ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നം. പിന്നെ എനിക്കിപ്പോൾ ഒന്നര മാസത്തോളം ഒരു ബുദ്ധിമുട്ട് വന്നുകൊണ്ട് വന്ന ആ വർക്ക് പെൻഡിങ് വന്ന് എനിക്ക് തീർത്തു കൊടുക്കണം. അത് തീർത്തു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ഇപ്പോൾ പുതിയ ഓർഡറുകൾ എടുക്കാൻ തരില്ല. അപ്പോൾ ആളുകൾ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് പിന്നെ വീഡിയോ ഇടുന്നത്, ഇത് പിന്നെ വീഡിയോ ആവശ്യം നമ്മളിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് എടുക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് വീഡിയോയിൽ കമൻറ്റ് ചെയ്യാൻ പറയുന്നത്, ആവശ്യപ്പെടാൻ പറയുന്നത്, അങ്ങനെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നത്, അതൊക്കെ എന്തിനാണ്? വെറുതെ വീഡിയോ ഇട്ടച്ച് അവിടെ പോയാൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു പരിഹാരം നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ആമ്പ് ചെയ്ത് കൊടുക്കുന്നവരുണ്ടെങ്കിൽ, ഈ ഫീൽഡിൽ പരിചയമുള്ളവർക്ക് ഇത് പെട്ടെന്ന് ക്ലിക്കാവും, നിങ്ങൾക്കത് എടുത്തു കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിവിടെ ഒരു വാട്സപ്പ് നമ്പർ ഡിസ്പ്ലേ ചെയ്യാം. ആ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഡീലാക്കാം. അപ്പോൾ അതിൽ രണ്ടാമത്തെ പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ ഇലക്ട്രോണിക്സ് പഠിച്ച് കഴിഞ്ഞവരാണെന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് അത്യാവശ്യം അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം. അതായത് ഇപ്പോൾ ഒരു ബോർഡ് കണക്ട് ചെയ്യാനും മറ്റു കാര്യങ്ങളും പവർ സപ്ലൈ ഉണ്ടാക്കാനും അതൊക്കെ ഒരു വിധം അറിയാമെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞ ആളാണ്, നിങ്ങൾ മെസ്സേജ് അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്നുള്ളത് നമ്മൾ സംസാരിക്കുന്നതിലും ആ ചാറ്റിലൂടെയും നമുക്ക് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകാം. ഞാനിപ്പോൾ വേറെ ഇപ്പോൾ നിലവിൽ വർക്കൊന്നും ഇല്ല, പക്ഷേ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞവരാണ്, നിങ്ങൾ എന്തിനെങ്കിലും വെയിറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്കുകയാണ്, ഒരു ഫ്രീ ടൈം ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു 3-4 ദിവസം കൊണ്ട് ഒരു വർക്ക് തീർക്കാൻ പറ്റും. ഒരു വൈകുന്നേരം ടൈമിലോ പാർട്ട് ടൈം ആയിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്ത് തീർത്തെടുക്കാം. അങ്ങനെ തീർത്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഉപകാരമില്ലേ. അപ്പോൾ അത് പഠിച്ചതിന് കൊണ്ടുള്ളൊരു ഉപകാരം ഉണ്ടാവും. അപ്പോൾ അത് എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ മനസ്സിൽ തോന്നിയൊരു അഭിപ്രായമാണ്. ഞാൻ ആദ്യം പറഞ്ഞ കൺഫ്യൂഷൻ നിലവിലുണ്ട്, പക്ഷേ ഇതാണ് എൻ്റെ 2 ഓപ്ഷൻ പറഞ്ഞതിൽ ആ 2 ഓപ്ഷൻ ഓക്കെ ആവോ ഇല്ലയെന്നറിയില്ല. നമ്മളിപ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്ത് പരിചയമില്ല, ഞാനൊരു ആളെ വെച്ച് വർക്ക് എടുത്തൊന്നും എനിക്ക് ഇതിനെ പറ്റിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊന്ന് മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ
നമുക്കത് വർക്കൗട്ട് ആവുമോ എന്ന് നോക്കണം. കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് അതിൻ്റെ കൺഫ്യൂഷൻ പിന്നെയും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞ 3 ഓപ്ഷനിലുള്ള കൺഫ്യൂഷൻ്റെ ആ ഒരു പരിഹാരം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റിൽ അറിയുക, അല്ലെങ്കിൽ വാട്സപ്പിൽ അറിയിക്കുക. ഉപകാരമാവും, എല്ലാവർക്കും ഉപകാരമാവും. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ 2-3 ദിവസത്തിന് ശേഷമുള്ള വീഡിയോയിൽ അറിയിക്കാം. എത്രയും പെട്ടെന്ന് എല്ലാവരും ഇന്നിപ്പോൾ രാത്രി ഇത്രയും സമയമല്ലേ, അപ്പോൾ ഈ വീഡിയോ ഇടുന്ന ഇപ്പോൾ രാത്രി 11 മണിയും കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ നാളെ രാവിലെ ഇപ്പോൾ തിങ്കളാഴ്ച മുതൽ നിങ്ങളുടെ അഭിപ്രായം, 2-3 ദിവസത്തെ അഭിപ്രായം നമുക്ക് എന്തായാലും നോക്കിയിട്ട് ആളുകൾ എന്താ പറയുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ആ സംശയത്തിനൊരു പരിഹാരം എല്ലാവരും പറഞ്ഞിരുന്നു പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.